ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇതൊരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ്. ഈ ടോപ്പിക്ക് റിക്വസ്റ്റ് ചെയ്ത വ്യക്തി ഈ ഗ്രൂപ്പിലാണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് റിക്വസ്റ്റ് ചെയ്തതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ കഴിഞ്ഞു പോയത് എന്താണ്, ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ എന്താണ് സംഭവിക്കണേ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞത് എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. സംഭവിച്ചു കഴിഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലവ് ലൈഫ് ഉണ്ട്. ഓക്കെ, ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻ, അതിനിടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തയ്യാറെടുപ്പാണ് ഞാനിപ്പോൾ കാണുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞു പോയ ലവ് ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിംഗിളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് അവസാനിച്ചതായിട്ടും കാണുന്നുണ്ട്. അത് അവസാനിച്ചതോടുകൂടെ നിങ്ങൾ പിന്നെ തീരുമാനിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പാർട്ട്ണറിനെ അല്ലാതെ വേറൊരു ആളെയും ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്താണോ ഒരു റൊമാൻറ്റിക് ആസ്പെക്റ്റിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതല്ലാതെ വേറൊന്നിനും ഇനി ഒരു അവസരം കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് നിങ്ങൾ സ്വയം നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് ഞാൻ കാണുന്നത്. അതായത് നിങ്ങളുടെ പാസ്റ്റ്, അതായത് നിങ്ങളുടെ ഈ ഇനി വരാൻ പോകുന്ന ആ വ്യക്തി, നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, ആളെ സ്വീകരിക്കാനും ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കാനും നിങ്ങൾ എനർജറ്റിക്കലി, മെൻ്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ പ്രിപ്പയർ ആയ ഒരു സമയമാണ് ഈ കഴിഞ്ഞു പോയത്. ഓക്കെ, നിങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയ ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചിട്ടുണ്ട്, അത് അത്രയും സുഖകരമായൊരു കണക്ഷൻ ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ബന്ധങ്ങളാണോ ഇനി വരിക എന്നുള്ളൊരു പേടി നിങ്ങളുടെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊരു ഈ ഒരു ഹീലിംഗ് പീരീഡ്, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ നിങ്ങൾ ആരെയും അധികം അങ്ങനെ ഒരു അടുപ്പിച്ചിരുന്നില്ല. നിങ്ങളൊരു സ്ട്രോങ് ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടാണ് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആ ഒരു പ്രോഗ്രസ് കൊണ്ടുവന്നത് എന്ന് കാണുന്നു. ഓക്കെ, വളരെ ക്ഷമയോടെ വളരെ സമയമെടുത്ത് ആണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളിൽ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജറ്റിക്കലി നിങ്ങൾ ആ ഒരു മാറ്റം, ആ ഒരു അപ്ഗ്രേഡ് കൊണ്ടുവന്നത് എന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ഭാവിനെ കാണുന്നത്. അതായത് നിങ്ങൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനെയാണ് കണ്ടുമുട്ടുക. ഇനിയുള്ള നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറുമായിട്ട് മാത്രമായിരിക്കും, നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് മാത്രമായിരിക്കും എന്ന ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ട്. അതിൽ വളരെ പ്രതീക്ഷയുണ്ട്. ഓക്കെ, ആ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ വളരെ ക്ഷമയോടെ ആണ് നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പീരീഡാണ് കഴിഞ്ഞു പോയത്. ഓക്കെ, ഇനി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, വരാൻ പോകുന്നതല്ല ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് വാൻസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, ടെമ്പറൻസ്, കിങ് ഓഫ് കപ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ദ സ്ട്രെങ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി അങ്ങനെ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് ഞാനിപ്പോൾ കാണുന്നത്. ഓക്കെ, വളരെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ വളരെയധികം ഉണ്ട് ഈ വ്യക്തിയായിട്ട്. ഈ വ്യക്തി വളരെ സ്നേഹമുള്ള, വളരെ കരുതലുള്ള, ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ കാണുന്നു. കുറച്ച് മെച്ചുവേർഡ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ നിങ്ങളും അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരും നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു എക്സ്പെക്റ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പറയാന്ന് പറയില്ലേ, ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലൂസ് ഒക്കെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ന്യൂ എനർജി വന്നിട്ടുണ്ട്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഈ പറഞ്ഞ പോലെ സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട് അവിടെ. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അതേസമയം നിങ്ങൾ വളരെ പേഷ്യൻസോട് കൂടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി, അതായത് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് വളരെ പേഷ്യൻ്റായിട്ട്, അപ്പോൾ എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അതുമായി മുന്നോട്ട് പോകുന്നു, അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കാനും, അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരെ കൂടുതൽ അടുത്തറിയാൻ, ഇവരുമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം. പക്ഷെ അവിടെ വീണ്ടും പറയുന്നു, അട്രാക്ഷൻ വളരെ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ,
ഭയങ്കര ഒരു പാഷനറ്റ് എനർജി, ഒരു റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുക, അതും അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു തരത്തിലൊരു ചലഞ്ച് പോലെയാണ്. കാരണം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വളരെ സ്ലോലി മുന്നോട്ട് കൊണ്ടുപോകണം, പ്രോഗ്രസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. കാരണം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തി തരാൻ തയ്യാറാണോ, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറാണോ ഈ ഒരു വ്യക്തി എന്നൊക്കെ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ സമയമെടുത്തവരെ മനസ്സിലാക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു അട്രാക്ഷൻ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഒരു വ്യക്തി ഉണ്ടെന്നാണ് കാണുന്നത്. ഇനി ഫ്യൂച്ചർ, ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. Knight of Cups, 7 of Swords, 7 of Cups, the Sun, Tower, Star, 3 of Pentacles, Hierophant, and the Chariot. Okay. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഇതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഒരു കൺഫ്യൂഷൻസ്, കുറച്ച് എന്താ പറയുക, ലാക്ക് ഓഫ് ക്ലാരിറ്റി ഒക്കെ ഈ കണക്ഷനിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയണം അത് അവരുടെ ഇൻറ്റൻഷനാണ് എന്താണെന്ന് അറിയണം. വൈകാതെ തന്നെ അവരും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഒരു പ്രപ്പോസൽ കൈൻഡ് ഓഫ് എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അവർ പ്രപ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കുകയാണ് അവരും വളരെ സീരിയസ് ആണ് ഈ ഒരു കണക്ഷനിൽ. നിങ്ങളുമായിട്ട് ഒരു മാരേജാണ് അവരും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരും അതാണ് പ്രതീക്ഷിക്കുന്നത്, അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളോട് വളരെ തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സമയത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ എന്താ പറയുക, ഒരു ദിവസം പെട്ടെന്നാവും ഇവരിങ്ങനെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എടുത്തിടുക. ഓക്കെ, അവിടെ നിന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുക. വളരെ പെട്ടെന്ന് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. നിങ്ങളും വളരെയധികം പീസ്ഫുൾ ആവും, നിങ്ങൾക്ക് വളരെയധികം ഒരു സ്വസ്ഥത ഉണ്ടാവും. ഓക്കെ, ഫൈനലി നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടി. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ആ വ്യക്തി തരാൻ തയ്യാറാണെന്ന് നിങ്ങൾ അറിയുന്നു. പിന്നെ നിങ്ങൾ എന്താ പറയേണ്ടത്, നിങ്ങൾ ആ ഒരു പാർട്ട്ണറിനെ കുറിച്ച് അവരുടെ ഇൻറ്റൻഷൻസ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ പിന്നെ അവരും നിങ്ങളും ഒരു പെർഫെക്റ്റ് പാർട്ട്ണറാണ് എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു തെളിവും ആ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ എന്ത് കാര്യത്തിനും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ബോണ്ടിങ് അത് നിങ്ങൾ വളരെയധികം നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ട്ണറാണ് ഈ വ്യക്തി എന്ന തിരിച്ചറിവ് നിങ്ങൾക്കും അവർക്കും ഉണ്ടാവുകയാണ്. ഓക്കെ, അങ്ങനെ അതൊരു റിലേഷൻഷിപ്പിലേക്ക് വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ എന്താ പറയുക, ഈ പറയുന്ന വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി കല്യാണത്തിന് സംസാരിക്കുകയോ ചെയ്യുകയാണ്. അതായത് നേരെ ഒരു മാരേജിലേക്കുള്ള എനർജി വളരെയധികം ഞാൻ കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഓക്കെ, അതാണ് ടവർ മൊമെന്റ് ഇവിടെ കാണുന്നത്. വളരെ പെട്ടെന്നാണ് ഈ ഒരു ഷിഫ്റ്റ് വരുന്നത്. ഈ ഒരു ക്ലാരിറ്റി കിട്ടുന്നതോടുകൂടി നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും, നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, കാരണം ആ ഒരു നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് തന്നെയാണ് തിരിച്ചും നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരും അത് തന്നെയാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് എന്നറിയുന്നതിൻ്റെ ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം അത് നിങ്ങൾക്ക് നന്നായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ്, നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ ആഗ്രഹിച്ചത് ആ ഒരു വിഷ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു മാരേജ്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ മാരേജിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റ്മെൻറ്റിലായതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു യാത്ര, ഒരുമിച്ചൊരു യാത്ര ഒക്കെ ഉണ്ടാവാനും ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് കണക്റ്റഡ് ആയി എന്ന് വിചാരിക്കുകയാണ്, ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം. അതുപോലെ കൂടുതൽ ഇതുപോലെയുള്ള റീഡിങ്ങുകൾ കേൾക്കാനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്കെല്ലാ നന്മകളും ഞാൻ നേരെയാണ്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തംബ്നെയിലെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇതൊരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്ക് റിക്വസ്റ്റ് ചെയ്ത വ്യക്തി ഈ ഗ്രൂപ്പിലാണുള്ളതെങ്കിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്ക് ഞാനിവിടെ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ചെയ്തു എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പാസ്റ്റ് എനർജിയാണ് നോക്കുന്നത്. പാസ്റ്റ് എനർജി കുറച്ചധികം കാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. King of Pentacles, 9 of Swords, the Empress, Four of Swords. ഒരു ഹീലിംഗ് നടന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ. ഓക്കെ, അതിലൂടെ തന്നെ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് നടന്നതായിട്ട് കാണുന്നു.
ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഞാൻ 10 എന്ന നമ്പറാണ്, ഒരു എൻഡിങ് ഒരു ബിഗിനിങ്, ആ ഒരു തന്നെയാണ് ഞാൻ കാണുന്നത്. പാസ്റ്റിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു എർത്ത് സൈൻ എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, മെസ്ക്ലിൻ എനർജി, വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, നിങ്ങൾക്ക് വളരെ സെക്യൂർ ആയിട്ട് തോന്നിയിട്ടുണ്ട്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതേപോലെ തന്നെ ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആണ്, സെക്യൂർ ആണ്, കരിയറിലും വളരെ സക്സസ്ഫുൾ ആണ്, അങ്ങനത്തെ ഒരു വ്യക്തി, ഒരു മെച്യൂർ എനർജി ഓക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവർ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് എന്നുള്ള ഒരു സൈൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു എനർജി അവിടെ ഞാൻ കാണുന്നു. അപ്പം നിങ്ങൾ ആ ഒരു പക്ഷേ അവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി കിട്ടിയില്ല. ഓക്കെ, ആ ഒരു വൈബ്, ആ ഒരു വല്ലാത്ത കണക്ഷൻ നിങ്ങൾക്ക് അവരോട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവരത് തീരെ എന്ത് ചെയ്തില്ല, റെസിപ്രോക്കേറ്റ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്കത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കി, ഒരുപാട് ആൻഷ്യസ് ആക്കി. കാരണം നിങ്ങൾ യൂണിവേഴ്സിനോട് സൈൻ ചോദിക്കുമ്പോൾ ആ നിങ്ങളുടെ പങ്കാളിയാണെന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷേ റിയാലിറ്റിയിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ അവസാനം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തിനെ തന്നെ വേണ്ടാന്ന് വെക്കുകയാണ്. കാരണം അത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ടെൻഷൻ ഉണ്ടാക്കുന്നു, ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കി, നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യാൻ, ആദ്യം നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുകയാണ്. കാരണം അത് ഒരുപാട് നിങ്ങളെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എനർജീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ റിയലൈസ് ചെയ്യാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി അവരുടെ നിന്ന് നിങ്ങൾ വിചാരിച്ച റെസ്പോണ്ട് കിട്ടാണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിഷമങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഹീലായി, നിങ്ങൾ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു പരിപാടികളൊക്കെ തുടങ്ങി. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തു. ആ ചേഞ്ച്, ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. മാത്രമല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്താണോ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്, ആ ഒരു പ്രോഗ്രസ്, ആ എക്സ്പാൻഷൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു വ്യക്തി ശരി ഇവർ പാസ്റ്റിലുണ്ടായതാണ്, അവരുമായിട്ടുള്ള ആ ഗുഡ് മെമ്മറീസ് മാത്രം ഫോക്കസ് ചെയ്ത് അവരൊരു അക്വൈൻറ്റൻസ് ആണ്, അവർ നിങ്ങളുടെ സോൾ ട്രൈബിലുള്ളൊരു മെമ്പറാണ്, പക്ഷെ അവർ നിങ്ങളുടെ ജീവിത പങ്കാളിയല്ലാന്ന് നിങ്ങൾ സ്വയം അതങ്ങനെ റിയലൈസ് ചെയ്യണം, അത് ആക്സെപ്റ്റ് ചെയ്യണം ആ ഒരു ഫാക്ട്. കാരണം അവരിൽ നിന്ന് അതിന് റെസ്പോണ്ട് ഉണ്ടായില്ല, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കൺഫെഷനോ ഒന്നും അവരിൽ നിന്ന് ലഭിച്ചില്ല. അപ്പോൾ അത് ആദ്യം നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു സത്യത്തിനോട് പൊരുത്തപ്പെടുക എന്ന് പറയില്ലേ, അത് പൊരുത്തപ്പെട്ട് നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു നല്ല സമയങ്ങളുണ്ട്. കാരണം നല്ലൊരു എന്താ പറയുക ഫ്രണ്ട്ലി എനർജിയാണ് എനിക്ക് നിങ്ങൾക്കും അവരുടെ ഇടയിൽ ഞാൻ കാണുന്നത്. അത് നിങ്ങൾ ചെറിഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അവരിൽ തന്നെ ഹോൾഡ് ഓൺ ചെയ്യുന്നില്ല. കാരണം അവരെല്ലാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് നിങ്ങൾ തിരിച്ചറിയാണ്. അങ്ങനെ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിനോട് എന്താ പറയുക ഗുഡ് ബൈ പറഞ്ഞ് നിങ്ങളത് റിലീസ് ചെയ്യുകയാണ് ചെയ്തത് പാസ്റ്റിൽ. ഓക്കെ, കംപ്ലീറ്റ്ലി അത് റിലീസ് ചെയ്ത് നിങ്ങൾ എന്താ പറയുക നിങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റം വരുത്തി. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് സയൻസ് ആണ് കിട്ടിയത്, പക്ഷേ ആ സയൻസ് കിട്ടിയതിനനുസരിച്ചിട്ട് എന്തുണ്ടായില്ല, റിയാലിറ്റിയിൽ യാതൊരു തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് സംഭവിച്ചില്ല. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നടന്നില്ല. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലാവുകയാണെങ്കിൽ അതൊരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഈ വ്യക്തി നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പറാണ്, പക്ഷേ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക ആ വ്യക്തിയുമായിട്ടുള്ള ഓർമ്മകൾ, ഓഫ് കോഴ്സ് ഗുഡ് മെമ്മറീസ് നിങ്ങൾ ചെറിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്കത് ഒരുപാട് നിരാശ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ എന്തിനാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ, അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. പിന്നെ എന്തൊക്കെ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്താലും, എന്തൊക്കെ ഒരു എന്താ പറയുക സ്ട്രഗിൾ ഉണ്ടായാലും, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പാസ്റ്റിലേക്ക് ഇങ്ങനെ ആ പാസ്റ്റ് മെമ്മറീസ് ഇങ്ങനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ തന്നെ ഹോൾഡ് ഓൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും നിങ്ങൾ അതിനെല്ലാം മറികടന്ന് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് അതുമായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഹാർമോണിയസ് എനർജി എന്നൊരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണ്. നിങ്ങൾ കൂടുതൽ നിങ്ങളിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണറിനെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ആ ഒരു പാർട്ട്ണർക്ക് നിങ്ങളൊരു പ്രത്യേക മുഖമോ പേരോ നൽകുന്നില്ല. ഓക്കെ, എനിക്ക് ഈ ജന്മത്തിൽ എനിക്കായിട്ട് ഉള്ള എൻ്റെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, എൻ്റെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എന്ന് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. അത് ആരായിരിക്കണം എന്നൊന്നും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുപോകുന്ന വഴിയിലൂടെ തന്നെ നിങ്ങൾ സറണ്ടർ ചെയ്ത് അതിനെ ചോദ്യം ചെയ്യാതെ എതിർക്കാതെ നിങ്ങൾ പോവുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുകയാണ്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളൊരു പാർട്ട്ണറിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച്
കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു എന്താ പറയുക പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് വളരെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്, വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇനി പ്രസൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം. പ്രസൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് 7 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ദ ഡെവിൾ. ഓക്കെ, ഫൂൾ. അപ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ഡെല്യൂഷൻ, ഇമാജിനേഷൻ ഇതൊക്കെ വീണ്ടും തലപൊക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിയിലേക്ക് തന്നെ ഒരു ചായ്വ് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അതേസമയം നിങ്ങൾ അവരെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ ഇടവരിക, അവരെക്കുറിച്ച് വീണ്ടും എന്താ പറയുക ആ ഓർമ്മകളൊക്കെ തിരിച്ചു വരിക. അപ്പോൾ നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്ത് പോകാനായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എഫേർട്സ് എടുക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങളത് അങ്ങനത്തെ ഓർമ്മകളെയോ ആ ഒരു ഡെല്യൂഷനെയോ നിങ്ങൾ ഒട്ടും പ്രോത്സാഹിപ്പിക്കണില്ല. കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സിന് കൃത്യമായ ഒരു ക്ലാരിറ്റി കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാതെ അങ്ങനത്തെ ആ ചിന്തകൾ തിരിച്ചു വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രസൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഫ്യൂച്ചറിൽ വേണ്ടത്, നിങ്ങൾ എന്താണോ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് ഇതിനും നല്ലതാണ് എന്ന് നിങ്ങൾ സ്വയം എന്താ പറയുക സ്വയം പറഞ്ഞു മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ മനസ്സിനെ തന്നെ. ഓക്കെ, ഇതിന് നല്ലതാണ്, ഡിസേർവ് ചെയ്യുന്നത്, ഈ വ്യക്തിയിൽ ഇനിയും ഉടക്കി നിൽക്കേണ്ട ആവശ്യമില്ല, യൂണിവേഴ്സ് കൃത്യമായി പറഞ്ഞതാണ് ഇതല്ല നമ്മുടെ ആളെന്നുള്ളത്. അപ്പോൾ ആ വ്യക്തിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എന്താണോ നമ്മൾ അർഹിക്കുന്നത്, ട്രൂലി ഡിസേർവ് ചെയ്യുന്നത് എന്ന് നമുക്കിപ്പോൾ അറിയാം. ആ ഒരു എനർജീനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ന് സ്വയം നിങ്ങൾ മനസ്സിനെ തന്നെ മനസ്സിൽ ആ ഒരു ചാഞ്ചാട്ടം വരുമ്പോൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു എന്താ പറയുക ടെൻഡൻസിയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. ആ ടെൻഡൻസിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടെംപ്റ്റേഷനിലേക്ക് വീണ് പോവാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, 2 ഓഫ് വോൺസിൽ കാണുന്നത് വെച്ചാൽ നിങ്ങൾ ആ ചൂസ് ചെയ്യാണ്. അതായത് പാസ്റ്റിൽ ഞാൻ ഉടക്കി നിൽക്കുന്നില്ല, ഞാൻ പ്രസൻറ്റുമായിട്ട് മുന്നോട്ട് പോവാണ്, എനിക്ക് എങ്ങനത്തെ ഒരു പാർട്ട്ണറിനെയാണ് വേണ്ടതെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് ആ ഒരു ഉറച്ച തീരുമാനം, ആ ഒരു എന്താ പറയുക സോളിഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുൻപോട്ട് പോവാണ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു യൂണിവേഴ്സിൻ്റെ, നിങ്ങൾ ആ ടെസ്റ്റും പാസ്സായതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഫ്യൂച്ചറിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിങ് ഓഫ് വൺസ്. ഓക്കെ, കിങ് ഓഫ് വൺസ് ആണ് ഫ്യൂച്ചറിൽ വരുന്നത്. വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള, വളരെ എന്താ പറയേണ്ട ഹാൻഡ്സം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, നിങ്ങളുടെ എനർജീനെ പെട്ടെന്ന് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ. ഓക്കെ, അവർ ഒരു സോളിഡ് സ്റ്റാർട്ട് ഞാൻ കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു സോളിഡ് സ്റ്റാർട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ഫീൽ, നിങ്ങളൊരു ക്യൂൺ ഓഫ് കപ്സ് എനർജിയിലാണ്. അപ്പോൾ നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആണ്. അപ്പോൾ ഈ വ്യക്തി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഒരു ചെറിയ നാളേക്ക് കുറച്ച് നാളത്തേക്കായിട്ട് എൻ്റെ ലൈഫിലേക്ക് വരുന്ന ആളല്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവരുടെ ഒരു പ്രസൻസ് നിങ്ങൾ എക്സാക്ട് ഓപ്പോസിറ്റ് ആണെന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്താ പറയുക കുറച്ച് അവരെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഈ വരുന്ന ആൾ. പക്ഷേ ഓപ്പോസിറ്റ് അട്രാക്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു അഡ്വഞ്ചറസ് ജേർണി ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവാണ്. ഓക്കെ, കുറച്ച് സർപ്രൈസസും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അതാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ എന്തായാലും കുറച്ച് ഹെസിറ്റൻ്റ് ആയിരിക്കും. ഈ ഒരു വ്യക്തിനെ അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ഭയങ്കര ഗാർഡഡ് ആയിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് നിങ്ങളുടെ സ്വഭാവത്തിന് നേരെ വിപരീതം എന്നുള്ള ടൈപ്പ് ഒരാളാണ് വരുന്നത്. ക്യൂൺ ഓഫ് കപ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ഇൻട്രോവേർട്ട് എനർജിയാണ്. എന്നാൽ കിങ് ഓഫ് വോൺസ് എന്നാൽ എക്സ്ട്രീം എക്സ്ട്രോവേർട്ടാണ്. അപ്പോൾ അവിടെ ആ ഒരു എന്താ പറയുക രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകൾ എന്നൊരു തോന്നൽ ഉണ്ടാവുകയും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അത്രയും ഗാർഡറാണ്, നിങ്ങൾക്ക് ഹെവി ബൗണ്ടറീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഈ വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഒരു ബൗണ്ടറിക്ക് അതുപോലെ തന്നെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെ കാണുന്നത്. ഓക്കെ, ഇതൊരു വളരെ എന്താ പറയുക ഒരുപാട് ടെംപ്റ്റേഷൻസ് ഉണ്ടെന്ന് കാണുന്നു. നിങ്ങൾക്ക് ചില സമയത്ത് തോന്നും ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങൾ എന്താ പറയുക ആ ടെംപ്റ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് പൂർണ്ണമായിട്ടും അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു കണക്ഷൻ, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത തരത്തിലുള്ള പാർട്ട്ണറാണ്. ഓക്കെ, ആ വ്യക്തിക്ക് വളരെ അട്രാക്ഷൻ അവർക്കുള്ളത് അത് സിൻസിയർ ആണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാണ്. പക്ഷേ നിങ്ങളത് വളരെ സ്ലോയിലാണ് എടുക്കുന്നത്. ഓക്കെ,
നിങ്ങൾ ഒട്ടും അതിനെ ഒരു സ്പീഡിൽ പോകാൻ അല്ലെങ്കിൽ ആ അട്രാക്ഷൻ്റെ പുറത്ത് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക, ഡിസിഷൻസ് എടുക്കുക ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വളരെ പതുക്കെയാണ് ആ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എന്താ പറയണ്ടേ, പറഞ്ഞ പോലെ പാസ്റ്റിലത്തെ ബേർഡൻസ് ഒന്നും തിരിച്ചു വരുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പാസ്റ്റിൽ ചെയ്ത മിസ്റ്റേക്സ് ഒന്നും ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു ക്ലാരിറ്റി ത്രൂ ഔട്ട് നിങ്ങൾ നേടിയെടുത്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്ന് പറയണില്ല ഈ റിലേഷൻഷിപ്പ്, പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി വരുന്നത് തന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കണക്ഷൻ ആണെന്ന് കാണുന്നുണ്ട്. ഒരു ജസ്റ്റിഫൈഡ് കണക്ഷൻ, നിങ്ങൾ അർഹിക്കുന്ന ഒരു കണക്ഷനാണ്, പാർട്ട്ണറാണെന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ക്ലൂസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഓഫ് കോഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വളരെയധികം എന്താ പറയണ്ടേ, സമയമെടുത്തിട്ടാണ് ഈ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വരാനായിട്ട് അനുവദിക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇനി നിങ്ങൾ അനാവശ്യമായിട്ട് വേദനിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ കാണുന്നത്. ക്ലാരിഫൈ ദ 10 of Wands. 10 of Wandsന്റെ ക്ലാരിഫിക്കേഷനാണ് സൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു കഴിഞ്ഞു പോയ ആ ഒരു കാര്യം, ഓക്കെ, കഴിഞ്ഞു പോയ ആ ഒരു സമയം അത് കഴിഞ്ഞതാണ്, അതിനെക്കുറിച്ച് ഇനി ഓർക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു, പ്രത്യേകിച്ച് ഒരു പുതിയ എനർജി വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ കഴിഞ്ഞു പോയ ആ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് പോകും, മനുഷ്യരാണല്ലോ. പക്ഷെ നിങ്ങൾ അതിലേക്ക് അങ്ങനെ മുഴുവനായിട്ട് ഫോക്കസ് ചെയ്യാതെ അങ്ങനത്തെ ചിന്തകൾ വന്നാൽ പോലും നിങ്ങൾ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു കണക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ വളരെ സ്ലോലിയാണ് ഈ കണക്ഷൻ മുന്നോട്ട് എടുക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി ത്രൂ ഔട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇതൊരു എന്താ പറയുക, ഹാപ്പി മാരേജിലേക്ക് എൻഡ് ചെയ്യാനുള്ള എല്ലാ ഒരു എന്താ പറയണ്ടേ, ഒരു എനർജിയും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതെ, നിങ്ങൾ ഒരു പെർഫെക്റ്റ് ബാലൻസ്ഡ് കപ്പിൾസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്യൂട്ടിഫുള്ളി കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. ആ ഒരു പെർഫെക്റ്റ് ബാലൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ എന്താ പറയുക, മച്ച് അവൈറ്റഡ് കണക്ഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കണക്ഷനാണ് ഇത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങളിത് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു കണക്ഷൻ ആയിരിക്കും ഡെഫിനറ്റ്ലി. ഇത് നിങ്ങൾക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളതാണെന്ന് കാണുന്നു. ഇത് നിങ്ങളുടെ ഈ ഒരു എന്താ പറയണ്ടേ, ലൈഫ് പാത്തിലുള്ളതാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളതും അവരുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നുള്ളതും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണെന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റിൽ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എങ്കിൽ കൂടി ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റേബിൾ സെക്യൂർ കണക്ഷനാണ്. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ ആ ഒരു ഇമോഷണൽ പെയിനൊക്കെ പകരമായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു സ്റ്റേബിൾ സെക്യൂർ റിലേഷൻഷിപ്പാണ് ഈ ഒരു കിങ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ കണക്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം കറക്റ്റാണ്. നിങ്ങൾ വളരെ സ്ലോലിയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ആ ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ രണ്ടുപേരും ഒരേ പേജിലാണ്. നിങ്ങൾ രണ്ടുപേരും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ കംപ്ലീറ്റ്ലി റെഡിയാണെന്ന് മാത്രം, അതിൻ്റെ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ കണക്ഷനാണ്. കുറച്ചൊരു അഡ്വഞ്ചറസ് ആണ്. നിങ്ങളുടെ ആ ഒരു നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ പല വേർഷൻസ്, ഓക്കെ, നിങ്ങളുടെ പല ഒരു നിങ്ങളിൽ തന്നെ നിങ്ങൾ തിരിച്ചറിയാത്ത പോകുന്ന കുറേ ഫേസസ് ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ആ ഒരു സൈഡിനെയൊക്കെ നിങ്ങളുടെ ആ ഒരു സൈഡിനൊക്കെ വളരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ഈ കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടേയിരിക്കുന്ന എന്താ പറയുക, വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും ഇത്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പുറത്ത് വരുന്ന ഒരു കണക്ഷൻ ആയിരിക്കും ഇത്. അങ്ങനെയും കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊരു ഹാപ്പി മാരേജ്, ഒരു സ്റ്റേബിൾ സെക്യൂർ റിലേഷൻഷിപ്പ് ആവാനുള്ള എല്ലാ സാധ്യതയും ഞാനിവിടെ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയും എനിക്ക് കിട്ടുന്നുണ്ട്. പ്രൊവൈഡഡ് നിങ്ങൾ രണ്ടുപേരും അതിനനുസരിച്ച് റെഡി ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ പറഞ്ഞ പോലെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു പോസിബിലിറ്റി അവിടെ കൃത്യമായി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലവ് ലൈഫിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായി ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങളുടെ തംബ്നെയിലിലെ 3ാമത്തെ ചിത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഇതൊരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ്. ഈ ടോപ്പിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ഈ ഗ്രൂപ്പിലാണുള്ളതെങ്കിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട റീഡിംഗ് ഞാൻ ചെയ്തു എന്ന് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്താണ് പാസ്റ്റ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം.
ഒരു വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു എന്ന് കാണുന്നു. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വളരെ സിംഗിൾ പ്രിങ്കിൾസ് ആയിരിക്കും ഇവിടെയുള്ള ആൾക്കാർ. ഓക്കെ, ഭാവിയിൽ അതായത് ലവ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയി ആൻസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിനേക്കാൾ കൂടുതൽ ഇൻറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിസിഷൻസ് എടുത്ത് അതിനനുസരിച്ച് യൂണിവേഴ്സ് തരുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു തരത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാനായിട്ട്, ആ ഒരു വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാം യൂണിവേഴ്സ് തന്നിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ, ആ ഒരു കണക്ഷൻ, ആ ഒരു ഹാപ്പിലി എവർ ആഫ്റ്ററുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആവാൻ വേണ്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസ് തന്നത് കൃത്യമായി ഉപയോഗിച്ച് ആ ഒരു ഗ്രോത്തൊക്കെ അറ്റൈൻ ചെയ്ത് വളരെ ക്ഷമയോടെ എന്താ പറയണ്ടേ, യൂണിവേഴ്സിൻ്റെ ഡിവൈൻ ടൈമിങ്, ഡിവൈൻ പ്ലാൻ എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള ആ ഒരു തീരുമാനത്തോടെ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ആ കിട്ടുന്ന ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്ത് അങ്ങനെ എന്താ പറയുക മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ സിംഗിളാണ് കേട്ടോ, നിങ്ങൾ വളരെ സിംഗിളായിട്ടുള്ള വ്യക്തിയാണ്. പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദർ ഇസ് എ പ്രോഗ്രസ്. ഓക്കെ, ഒരു എന്താ പറയണ്ടേ, നിങ്ങളിപ്പോൾ കൂടുതൽ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങൾ വളരെ ക്ലിയർ ആയി വെച്ചുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്. സബ് കോൺഷ്യസ്ലി ആണ് നിങ്ങൾ ഈ കാലം വരെയും മാനിഫെസ്റ്റ് ചെയ്തതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കോൺഷ്യസ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് there is a change in the reality എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഒരു റിയാലിറ്റി ഷിഫ്റ്റാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടോയെന്നറിയില്ല, നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടോയെന്നറിയില്ല, പക്ഷേ യൂണിവേഴ്സ് ഇവിടെ ഒരു പുതിയ എനർജീനെ എന്തായാലും കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു പുതിയ എനർജിയാണ്, നിങ്ങൾക്ക് ഒരു പരിചയമുള്ള ആളായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ യൂണിവേഴ്സ് ഈ വ്യക്തിനെ കൊണ്ടുവരുന്ന സമയം, കൊണ്ടുവരുന്ന രീതി വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങളാ ഡിവൈൻ ടൈമിൽ വിശ്വസിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴാണോ യൂണിവേഴ്സ് ഈ വ്യക്തിയെ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, ആ ഒരു മെൻറ്റാലിറ്റിയുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ആ വ്യക്തി, അവരാണ് എൻ്റെ കൗണ്ടർ പാർട്ട്. അത് എനിക്ക് ഏറ്റവും നല്ല വ്യക്തി, എനിക്ക് ഏറ്റവും ചേരുന്ന പങ്കാളിയെയാണ് യൂണിവേഴ്സിൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുള്ളൂ എന്നൊരു എന്താ പറയുക വളരെ ആഴത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് യൂണിവേഴ്സിലുണ്ട്. ഓക്കെ, ആ വിശ്വാസത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു കണക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു പുതിയ എനർജി, ഈ ഒരു പുതിയ വ്യക്തി, ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റീഡിങ് വളരെ സിമ്പിളാണ്, പക്ഷെ നല്ലൊരു മെസ്സേജാണ്, അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതിൽ ഒരുപാട് ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, നിങ്ങൾ സിംഗിൾസ് ആണെന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, കുറേ പേര് അങ്ങനൊരു സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പേ ഇല്ലാത്ത ആളാണ്, ഇതുവരെയും അങ്ങനത്തെ റിലേഷൻഷിപ്പേ ഉണ്ടായിട്ടില്ല. ഓക്കെ, അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ നിങ്ങളിപ്പോഴും നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ തന്നെ വർക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു അപ്ഗ്രേഡിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ആ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തി, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, പക്ഷേ അതിലൊരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര ചെയ്യുമ്പോഴോ, നിങ്ങൾ മിക്കതും ഒരു അബ്രോഡിലേക്ക് പോകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു സ്പേസിൽ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ആ റീലൊക്കേഷൻ, എസ്പെഷ്യലി നിങ്ങൾ ആ റീലൊക്കേഷൻ അല്ലെങ്കിൽ അബ്രോഡിലേക്ക് പോകാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നുണ്ട്. ആ ഒരു യാത്രയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് ചേരുന്ന ആ സ്ഥലത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. ഇനി ഭാവി എന്താണ്? ഭാവി എന്ന് ചോദിച്ചാൽ കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഭാവി. ഓക്കെ, അതായത് വാട്ടർ സൈൻ, മെസ്കുലിൻ എനർജി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, വളരെ ഒരു കൈൻഡ് ആയിട്ടുള്ള, വളരെ സ്വീറ്റ് ആയിട്ടുള്ള, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ. ഓക്കെ, റൊമാൻറ്റിക്കലി വളരെ റൊമാൻറ്റിക് ആണ്, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, ഇതൊരു ലോങ് ടേം കണക്ഷൻ ആണ്. സ്ട്രെയിറ്റ് ചിലപ്പോൾ ഇത് എന്താ പറയണ്ടേ, ഒരു മാരേജ് പ്രപ്പോസലിലേക്കൊക്കെ വേഗം തന്നെ എത്താം. ഓക്കെ, അങ്ങനെ കാണുന്നു ഇത്. പക്ഷേ നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഏതെങ്കിലും ഒരു വ്യക്തിയോടൊക്കെ ഒരു എന്താ പറയുക വൺ സൈഡ് ലവ് ഒക്കെ തോന്നിയിട്ടുണ്ടെന്ന് വിചാരിക്കൂ. ആ വ്യക്തികളിൽ അവരെക്കാളൊക്കെ വളരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഒരാളെന്നാണ് പറയുന്നത്. ചിലപ്പോൾ കാഴ്ചയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു രീതികളിലായിരിക്കാം, വളരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറയുന്നു. ഇതൊരു എന്താ പറയുക ടോട്ടൽ സർപ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, വളരെയധികം നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. പിന്നെ മാത്രമല്ല ഈ ഒരു കണക്ഷൻ ത്രൂ ഔട്ട് നിങ്ങൾ ഈ കണക്ഷൻ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തൊട്ട് ഓക്കെ
അവർ നിങ്ങളുടെ അറ്റൻഷൻ സക്സസ്ഫുള്ളി നേടിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ത്രൂ ഔട്ട് ഈ വ്യക്തി വളരെയധികം ഒബ്സർവ് ചെയ്യും എന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ കേട്ടോ. ക്ലാരിഫൈ ദ 5 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എത്രയൊക്കെ റെഡിയായി എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയുക, ഒരു ഇൻഹിബിഷൻ ഉണ്ടാകാം. ഓക്കെ, ചില ഇൻസെക്യൂരിറ്റീസ് ഒക്കെ പുറത്തേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, കംപ്ലീറ്റ്ലി ഹീലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സോ ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം എന്താ പറയുക പുറത്തു വരാനായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു പയ്യാണ് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ, നിങ്ങളുടെ ഇടയിലുള്ള കണക്ഷൻ ആ ക്ലാരിറ്റി കിട്ടുന്നത്. ഓക്കെ, ഈ വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുള്ള ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. Clarify the 3 of Cups. ഇവര് നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്റ്റ് പാർട്ട്ണറിന്റെ എല്ലാ ട്രൈറ്റ്സും ഉള്ള ഒരാളാണ് കിങ് ഓഫ് കപ്സ് എന്ന് കാണുന്നു. നിങ്ങൾ തമ്മിലൊരു ഞാൻ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും എന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ, പിന്നെ എന്താ പറയുക, ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഈ ഒരു കണക്ഷനെ തകർക്കാൻ ഏതെങ്കിലും തരത്തിൽ ശ്രമിച്ചാൽ പോലും അത് നടക്കും എന്നൊന്നും കാണുന്നില്ല. കാരണം നിങ്ങൾ ഈ ഒരു കണക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്ന് ഞാൻ കാണുന്നു. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയണ്ട, കഴിഞ്ഞു പോയ കാലങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ, നിങ്ങളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു വശം കാണാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അവർ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വേറൊരു വശം കാണിച്ചു തരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾക്കത് താല്പര്യമുണ്ട്, ഒരു കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയുമായിട്ട് പോസിബിൾ ആണ് എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ആ ഒരു 4 ഓഫ് വൺസ് എനർജി, ഓക്കെ, മാരേജ്, ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു ഹീലിംഗ് കൂടിയായിരിക്കും. അതായത് നിങ്ങൾ ഒരുപാട് ഹീലായി എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഹീൽഡാണ്, ഓഫ് കോഴ്സ് ഒരു 90-95% നിങ്ങൾ ഹീൽഡാണ്. ബാക്കി ഹീലിംഗ് നടക്കുന്നത് ഈ വ്യക്തി വന്നതിന് ശേഷമാണ്. ഈ വ്യക്തി വന്നതിന് ശേഷമാണ് ചില കാര്യങ്ങൾ വീണ്ടും ട്രിഗേർഡ് ആവുന്നത് എന്ന് ഞാൻ കാണുന്നു. ആ ട്രിഗേർഡ് ആവുന്നതിലൂടെ അവർ തന്നെയാണ് നിങ്ങളെ പിന്നെ ഹെൽപ്പ് ചെയ്യുന്നതും. ഓക്കെ, വളരെ ഹീലിംഗ് ആയിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കണക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വളരെ പീസ്ഫുൾ ടൈം ആയിരിക്കും എന്ന് കാണുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കുറേ പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, അതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കണക്ഷൻ, അതിനുപരി വളരെയധികം അട്രാക്ഷൻ, പാഷൻ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഈ വ്യക്തി നിങ്ങൾ വളരെ അട്രാക്റ്റഡ് ആയിരിക്കും, നിങ്ങളും ഇവരിൽ വളരെ അട്രാക്റ്റഡ് ആയിരിക്കും. പക്ഷെ ഒരു അട്രാക്ഷൻ എന്നതിൽ അപ്പുറം അതിനൊരു ഡീപ്പ് ഫീലിങ്സും ഉണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഗ്രൂപ്പിൽ അറിയേണ്ടതുണ്ടോ? ക്യൂൻ ഓഫ് കപ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്താവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് തന്നെയാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ എപ്പോഴാണോ റെഡി ആകുന്നത്, ഓക്കെ, നിങ്ങൾ എപ്പോഴാണ് മാനസികമായിട്ട് തയ്യാറാവുന്നത്, അപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് സമയം എടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് നിങ്ങളുടെ ഈ ഡിവൈൻ കൗണ്ടർ പാർട്ട് അവർ വളരെയധികം എന്ത് ചെയ്യും, അതിന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങളെ പ്രഷർ ചെയ്യില്ല നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ, ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ എങ്ങനെയാണോ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പേസിൽ തന്നെയാണ് ഈ റിലേഷൻഷിപ്പ്
മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിക്ക് ആ എനർജി ആദ്യം മുതലേ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, വളരെ സ്ലോലിയാണ് ഈ കണക്ഷൻ പ്രോഗ്രസ് ചെയ്യുക, പക്ഷേ വളരെ സ്ട്രോങ് ഫൗണ്ടേഷനാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു അൺബ്രേക്കബിൾ റിലേഷൻഷിപ്പായിട്ടാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു കണക്ഷനാണെന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, വളരെ സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന നിങ്ങൾ വളരെ സെക്യൂരിറ്റി അനുഭവിക്കുന്ന ഒരു കണക്ഷൻ, ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, വളരെയധികം ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ആ ഒരു ആഴത്തിലുള്ള ആ ഒരു ബോണ്ടിങ്. കാരണം നിങ്ങൾ ഡിവൈൻ കൗണ്ടർ പാർട്സ് ആണ്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു കണക്ഷൻ അതൊരു സ്പിരിച്വൽ ലെവൽ കണക്ഷനാണ്. വളരെ ഹീലിംഗ് ആയിട്ടുള്ള, വളരെ നിങ്ങൾ ഒരുപാട് റിലാക്സ് ചെയ്യുന്ന, ഒട്ടും സ്ട്രെസ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പേസിൽ മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, ഞാൻ കാണുന്നത് നിങ്ങൾ കുറച്ച് സമയം എടുക്കുന്ന വ്യക്തിയാണെന്നാണ് മുന്നോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ. അത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അവരൊരിക്കലും നിങ്ങളെ പ്രഷർ ചെയ്യില്ല. വളരെ സ്ലോലി പ്രോഗ്രസിങ് കണക്ഷൻ ആയിരിക്കാം, അതിനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. പക്ഷേ ആ ഒരു സ്ലോലി മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഓരോ സ്റ്റെപ്പ് നിങ്ങൾ വെക്കുന്നതോറും ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ്ങും ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ആ റിലേഷൻഷിപ്പ്, ആ ഒരു ഫൗണ്ടേഷൻ കൂടുതൽ സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും ഞാൻ നേരുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. താങ്ക്